ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്രിപ്റ്റോ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജോലി തിരക്ക് മൂലം ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്തവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും അറിയാത്തവരാണോ? വിഷമിക്കേണ്ടതില്ല. ബിനാൻസ് കോപ്പി ട്രേഡ് ഓപ്ഷനിലൂടെ വളരെ മികച്ച വരുമാനം നേടുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നാം കോപ്പി ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നാം ചെയ്യുന്ന കോപ്പി ട്രേഡർ അത്യാവശ്യം പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോകുന്ന ആളാണോ എന്നാണ്. എന്നാൽ കുറച്ച് കാലമായി അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോകുന്ന, വളരെ സേഫായി ട്രേഡ് ചെയ്യുന്ന ഒരു ഐഡിയയാണ് ഞാൻ ഇവിടെ കോപ്പി ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. കോപ്പി ട്രേഡ് ചെയ്യുമ്പോൾ നാം ആദ്യമായി നമ്മുടെ സ്പോട്ട് വാലറ്റിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഞാൻ $150 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. മിനിമം കോപ്പി ചെയ്യേണ്ട എമൗണ്ട് $10 ആണെങ്കിലും $10 $20 വെച്ച് നമുക്ക് കോപ്പി ചെയ്യാം. എങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് $150 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ്. ഇങ്ങനെയാണ് നാം കോപ്പി ട്രേഡ് ചെയ്യേണ്ടത് എന്ന ഓപ്ഷൻ ഇവിടെ പൂർണ്ണമായി വിശദീകരിക്കുന്നു. ആദ്യമായി ഫ്യൂച്ചർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം കോപ്പി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നേരത്തെയുള്ള എല്ലാ കോപ്പി ട്രേഡേഴ്സിൻ്റെയും ലിസ്റ്റ് ഇവിടെ കാണുന്നതാണ്. പക്ഷേ ഈ ലിസ്റ്റിൽ നിന്ന് കോപ്പി ചെയ്യാനല്ല ഞാൻ നിർദ്ദേശിക്കുന്നത്. ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ട്. ആ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ കോപ്പി ട്രേഡറുടെ പേര് സെലക്ട് ചെയ്യുക. സെർച്ച് ബട്ടണിൽ മുഹമ്മദ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ മുഹമ്മദ് പെരുവാറ്റിൽ എന്ന ID ഇവിടെ ഡിസ്പ്ലേ ആവുന്നതാണ്. അവിടെ വലത് ഭാഗത്ത് കോപ്പി എന്ന ബട്ടൺ കാണാം. പ്രസ് ചെയ്യുക. നാം ഒരു പുതിയ പേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പേജിൽ ഉള്ള കാര്യങ്ങളൊക്കെ നാം വായിച്ച് നോക്കുക. കോസ്റ്റ് പെർ ഓർഡർ, കോപ്പി എമൗണ്ട്, ടോട്ടൽ സ്റ്റോപ്പ് ലോസ്, അഡ്വാൻസ് സെറ്റിംഗ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നാം എഗ്രിമെൻ്റ് ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഐ ഹാവ് കൺഫേംഡ് എന്നുള്ള കോളവും ക്ലിക്ക് ചെയ്ത് കൺഫേം എന്ന് പ്രസ് ചെയ്യലോടുകൂടി നമ്മുടെ കോപ്പി ട്രേഡ് ആക്റ്റീവായി കാണും. കോസ്റ്റ് പെർ ഓർഡർ എന്ന് വെച്ചാൽ നാം ഒരു കോപ്പി ട്രേഡർ ചെയ്യുന്ന ട്രേഡിൽ നിന്ന് നാം ഒരു ട്രേഡ് ആക്റ്റീവായി കഴിഞ്ഞാൽ അതിൽ എത്ര എമൗണ്ട് എടുക്കണം എന്നാണ്. ഒരു ട്രേഡിന് വേണ്ടി എത്ര എമൗണ്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. കോപ്പി എമൗണ്ട് എന്നുള്ള കോളം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നാം എത്ര എമൗണ്ടാണ് നമ്മുടെ സ്പോട്ട് വാലറ്റിൽ നിന്ന് കോപ്പിയിലേക്ക് ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ടാണ്. ഇവിടെ ഞാൻ മാക്സിമം കൊടുക്കുകയാണ് $150. $150 ഉള്ള ഒരാൾക്ക് ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് കോസ്റ്റ് പെർ ഓർഡർ 30 സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ 10 സെലക്ട് ചെയ്താൽ ഒരു ട്രേഡ് $10 എടുക്കുക. 30 സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ട്രേഡും $30 സെലക്ട് ആവും. ശേഷം നാം ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം. പക്ഷേ ഈ ID കോപ്പി ചെയ്യുമ്പോൾ വെക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നില്ല. കാരണം കോപ്പി ട്രേഡർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. താഴെ പോവുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു രീതിയാണ് കോപ്പി ട്രേഡർ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ അഡ്വാൻസ് സെറ്റിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടോട്ടൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. അഡ്വാൻസ് സെറ്റിങ്ങിൽ താഴെ ലീഡ് ട്രേഡേഴ്സ് മാർജിൻ മോഡ്, അത് നമ്മുടെ ലിവറേജ് സെലക്ട് ചെയ്യുന്നതാണ്. ലിവറേജ് കോപ്പി ട്രേഡർ ഏത് ലിവറേജാണോ ഉപയോഗിക്കുന്നത് ആ ലിവറേജ് തന്നെ നമ്മുടെ IDയിലും വരണം എന്നാണ്. അവിടെ നമുക്ക് മാറ്റി ചേഞ്ച് ചെയ്യാം. ഫിക്സഡ് മോഡ് സെലക്ട് ചെയ്യാം.
ലിവറേജ് അല്ല, ആദ്യത്തെ കള്ളിയിൽ മോഡ്, അതായത് ക്രോസ് ഐസൊലേറ്റഡ് എന്നതാണ്. അവിടെ നാം ക്രോസാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്രോസ് ചെയ്യാം, ഐസൊലേറ്റഡ് ആണെങ്കിൽ ഐസൊലേറ്റഡ് ചെയ്യാം. കോപ്പി ട്രേഡർ ഐസൊലേറ്റഡ് ആണ് യൂസ് ചെയ്യാറുള്ളത്. എപ്പോഴും ഐസൊലേറ്റഡ് തന്നെയാണ് സേഫ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഐസൊലേറ്റഡ് സെലക്ട് ചെയ്തു. ലിവറേജ്, നേരത്തെ പറഞ്ഞത് ലിവറേജിനെ സംബന്ധിച്ചായിരുന്നു. ആ ലിവറേജ് ലീഡേഴ്സ് ട്രേഡേഴ്സ് ലിവറേജ്, ലീഡർ എത്ര ലിവറേജ് ആണോ ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ഐ ഡിയിലും വരുന്നതാണ്. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഫിക്സഡ് ലിവറേജ്. ഫിക്സഡ് ആയിട്ട് ലിവറേജ് എടുക്കുമ്പോൾ 5x ആണ് വരുന്നത്. ആ 5x മതി, അതാണ് ഏറ്റവും സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. പൊസിഷൻ റിസ്കിൽ ടേക്ക് പ്രോഫിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്യാം, മാക്സിമം കോസ്റ്റ് പെർ ഓർഡർ ഇവിടെയും സെലക്ട് ചെയ്യാം. അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ട്രേഡർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഐ ഹാവ് കൺഫേംഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഐ ഹാവ് റീഡ് എന്നുള്ള ഭാഗത്തും ക്ലിക്ക് ചെയ്യുക. കൺഫേം കൊടുക്കലോടുകൂടി ഒന്നുകൂടി നമ്മുടെ കൺഫേം ചോദിക്കുന്നുണ്ട്. കോസ്റ്റ് പെർ ഓർഡർ 30 ആണ്, കോപ്പി എമൗണ്ട് 150 ആണ്. ആ കോസ്റ്റ് പെർ ഓർഡർ 10, 20, 30, 40, 50 എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ 150 ഒരിക്കലും ടോട്ടൽ എമൗണ്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല, അത് സേഫ് അല്ല. ഓക്കെ, ഇത്രയും ഈ രീതിയിൽ ചെയ്ത് കൺഫേം കൊടുക്കലോടുകൂടി നമ്മുടെ കോപ്പി ട്രേഡറുടെ ഐ ഡിയിലേക്ക് നമ്മുടെ ഐ ഡി ആക്റ്റീവായി കാണും. കോപ്പി ട്രേഡിംഗ് സക്സസ്ഫുൾ. ഇനി വ്യൂ ഡീറ്റെയിൽസ്, സി പോർട്ട്ഫോളിയോ. വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോപ്പിയായ ഐ ഡി ഇവിടെ കാണും. ഇപ്പോൾ തന്നെ ട്രേഡ് കോപ്പി ആയിട്ടുണ്ട് 149.96. അതായത് കോപ്പി ട്രേഡറുടെ ചെറിയൊരു ഫീ പോയിട്ട് ബാക്കിയാണ് ഇവിടെ കാണുന്നത്. അത് നമുക്ക് പ്രോഫിറ്റ് ആകുമ്പോൾ മുകളിലോട്ട് കയറി വരുന്നതാണ്. ഈ ഐ ഡിക്ക് നേരെ മുഹമ്മദ് പെരുവാറ്റിൽ എന്ന ഈ ഐ ഡിക്ക് നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഏതൊക്കെ ട്രേഡ് ആക്റ്റീവായിട്ടുണ്ട് എന്നിവിടെ കാണിക്കും. കോപ്പി ട്രേഡർ ഇപ്പോൾ നിലവിലുള്ള ട്രേഡെല്ലാം നമ്മുടെ ഐ ഡിയിലും ആക്റ്റീവായിട്ടുണ്ട്. ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ ലോസോ പ്രോഫിറ്റോ എന്ന് നമുക്ക് കാണാം. ഇനി ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റോപ്പ് കോപ്പിയിങ്, സെറ്റിങ്, അഡ്ജസ്റ്റ് ബാലൻസ്. അതൊക്കെ നമുക്ക് ബാലൻസ് ആഡ് ചെയ്യാനും സെറ്റിങ് മാറ്റാനും ഒക്കെയുള്ള ഓപ്ഷൻസാണ്. സ്റ്റോപ്പ് കോപ്പിയിങ്, നമുക്ക് കോപ്പി വേണ്ട എന്നുണ്ടെങ്കിൽ കോപ്പി സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മുകളിൽ കാണുന്ന ഓപ്ഷൻ നെറ്റ് കോപ്പി എമൗണ്ട്, നമ്മൾ എത്ര എമൗണ്ട് ആണ് കോപ്പി ചെയ്തത് എന്നാണ്. ഇവിടെ 150 ചെയ്തിട്ടുണ്ട്. മാർജിൻ ബാലൻസ്, ഇപ്പോഴുള്ള മാർജിൻ ബാലൻസ് 149.96 ആണ്. അൺറിലീസ്ഡ് PNL, താഴെയുള്ള അൺറിലീസ്ഡ് PNL എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴുള്ള പ്രോഫിറ്റ് ലോസ് അവിടെ കാണിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രീൻ കളറിൽ, ലോസ് ആണെങ്കിൽ റെഡ് കളറിൽ കാണിക്കുന്നതാണ്. റിലീസ്ഡ് PNL, അത് കോപ്പി ട്രേഡർ ഏതെങ്കിലും ഒരു ട്രേഡ് കോപ്പി ക്ലോസ് ചെയ്താൽ അവിടെ നമുക്ക് PNL നമുക്ക് ആക്റ്റീവായി കാണും. ലോസ് ആണെങ്കിൽ റെഡ് കളറിലും പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രീൻ കളറിലും കാണുന്നതാണ്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ കാത്തിരുന്ന് കാണാം കോപ്പി ട്രേഡറുടെ ട്രേഡ് സക്സസ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന്. സക്സസ് ആണെങ്കിൽ നമ്മുടെ ഐ ഡിയിലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. നല്ലൊരു ഭാവിയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.